അല്ല എൻ്റെ മക്കളെ ഇതാ ഇന്നൊക്കെ ഒന്ന് മറന്ന് തുടങ്ങിയിരിക്കണം നിങ്ങൾ ഇതാ മറക്കല്ലേ കേട്ടോ. മറക്കണേന് മുന്നേ ഞാൻ ഇതാ ഓടിച്ചാടി ഇങ്ങോട്ട് വന്നിക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കൂടി ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ ഇതാക്കണ ഒരു പാളി പോയ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഫുൾ വീഡിയോ ഉണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം കടക്കോളം വരെ ഞാൻ വീഡിയോ കൊണ്ട് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ കുറേ ദിവസം വീഡിയോ ഇടാമെന്ന് എൻ്റെ ഒരു ക്ഷീണമൊക്കെ ഇന്നത്തോടു കൂടിയാണ് മാറ്റാലോ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതാക്കണം രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു 10-11 ചായ കേട്ടോ ഈ ഒരു കുടിക്കണത്. ഇതിപ്പോൾ എന്താ തോടി കാണിച്ചു തരുന്നത് ചോദിച്ചാൽ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിലാണ് ഒരു ഉറുമ്പ് അതിൽ സൂയിസൈഡ് ചെയ്ത് കിടക്കണ കണ്ടത്. അതിൽ പിന്നെ അതിനും വാരിയിട്ടാണ്ട് ആ ചായ കുടി അവിടെ നിർത്തിയിട്ട് ഉച്ചക്കല്ല ചോറിൻ്റെ പരിപാടി അങ്ങോട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെൻ്റെ അടിക്കലും തുടക്കലും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സാധനം അങ്ങോട്ട് കൊണ്ടത്. ഇന്നിപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ വെക്കാലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതേന്ന്. പക്ഷേ ഇത്തിരി അങ്ങോട്ട് പാഴി പോയിക്കണം കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങോട്ട് പീടിയേക്ക് പോകാൻ നിൽക്കുന്നത്. അതിലാണ് കണ്ണം പറഞ്ഞത് ഞാൻ പോയിക്കൊണ്ട് പീടിയേക്ക് നിങ്ങളിവിടെ നോളീന്ന് പറഞ്ഞ്. അതിലിന്ന് ഏതായാലും പറഞ്ഞതല്ലേ ചോദിച്ചിട്ട് ഞാൻ ഒരു പൈസയൊക്കെ എഴുതിയൊക്കെ കൊടുത്ത് ഞാൻ കാത്ത് തന്നെയാണ്. ഇവന് മുടി വെട്ടാൻ പോയത് സംഗതി ഞാൻ അറിഞ്ഞിട്ടില്ലേന്ന് കേട്ടോ. ഓൻ്റെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് ആക്കം പോലെയാണ് ഈ സാധനം അങ്ങോട്ട് ഇവിടെ എത്തിയത്. നമുക്ക് ഇതാ ഈ ഒരു ചോറും കൂട്ടാനും വെച്ചിട്ട് വേണമല്ലോ അടുത്ത പണിക്ക് അങ്ങോട്ട് നീങ്ങണമെങ്കിൽ. ഞാൻ ഓൻ വരുന്നേം കാത്ത് അടിച്ചു വാരി തുടച്ച് അങ്ങനെ എല്ലാ പരിപാടികൾക്ക് എടുത്ത് കഴിഞ്ഞിട്ടും ഇവനെ കാണാനില്ല. വിളിച്ചു നോക്കാനാണെങ്കിൽ ഫോണും കൊണ്ടുപോയിട്ടില്ല. അപ്പം ഞമ്മക്ക് ബേജാറാകാൻ ഇതൊക്കെ തന്നെ ധാരാളമല്ലേ. ഞാൻ അകപ്പാടെ അങ്ങോട്ട് ബേജാറായിട്ടോ. കാരണം എന്താ ഇവർ ചോറൊക്കെ തിന്നാന്ന് വരുമ്പോഴത്തേന് ഇതൊക്കെ ആയിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ എന്താ കാട്ടുകയെന്ന് ചിന്തിച്ചിങ്ങനെ നിൽക്കണേ. ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ അരിയണേൻ്റെ ഇടയിൽ ഇതാ കണ്ണനെ ഭയങ്കര ചീത്ത പറയല്ല കേട്ടോ. അപ്പോൾ ഓന് ഇതാ തുണക്കാരത്തിൻ്റെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് മുടി വെട്ടാനും കൂടിയും കണ്ടിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് സുയിപ്പായിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് പറഞ്ഞും ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് സാധാ ചോറ് അങ്ങോട്ട് വെച്ചാൽ മതിയെന്ന്. ഇപ്പോൾ ആയി കിട്ടിയെന്ന്. ഏതായാലും നുള്ളിപ്പൊറുക്കി പറഞ്ഞ് ഞാൻ ഭയങ്കര ചോറുണ്ടാക്കല. ചോറിൻ്റെ കഥ പറയുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം വിചാരിച്ച് അങ്ങോട്ട് നിന്നതായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെപ്പാടെ അങ്ങോട്ട് പാളിയില്ലേ, സമയമല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ഇതാ ചോറ് തിളപ്പിക്കണം, അങ്ങനെ ഇറച്ചി ഇത് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് പണി ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ പാടിട്ടാണ്ട് ഒറ്റ ഒരു ട്രിപ്പിൽ അങ്ങോട്ട് വെക്കാന്നില്ലത്. അപ്പോൾ അങ്ങനെ വെക്കാനുള്ള പരിപാടിയാണ്. ഇതിന് നമുക്ക് ഇറച്ചിച്ചോറ് എന്നങ്ങോട്ട് വിളിക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഏതായാലും ബിരിയാണീൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ചോറ് വെച്ച് വാർത്ത് ഊറ്റണ ആ ഒരു പണി മാത്രമല്ല കേട്ടോ, ഒക്കെപ്പാടെ ഒപ്പിട്ട് അങ്ങോട്ട് വെക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ സമയമല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലൊരു കാര്യം. അങ്ങനെ തീയൊക്കെ പൊടിപ്പിച്ച് ആ ചെമ്പൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചെമ്പട്ടിയാണ് ഞാൻ വെച്ചിക്കണത്. അതിക്ക് ഇതാ സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് ഇതാക്കണം നല്ല പോലെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ പാടിട്ടിട്ട് പിന്നെ നമ്മൾ വല്യുള്ളി ഉണ്ടല്ലോ, ഒരു 3-4 വല്യുള്ളി ഞാൻ അതിലുണ്ട് നല്ല പോലെ കഴുകി അരിഞ്ഞ് അങ്ങോട്ട് ഇട്ടിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിക്കണ്. അപ്പോൾ ഏറെ കുറേ ഇതാക്കണം ബിരിയാണിയൊക്കെ വെക്കണ മാതിരിക്ക തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങോട്ട് വെക്കണത്. അപ്പോൾ ഇതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ പാടെ ചതച്ചാണ്ടാവും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തക്കാളി ഇതൊക്കെ 2-3-4 അതും ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ മസാല ഉണ്ടാക്കിയിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിനും ഭേദം ഇതാ കണ്ടിക്കണവർക്ക് നിങ്ങൾ വിചാരിക്കില്ല ഇതിനും ഭേദം അപ്പം അങ്ങോട്ട് ബിരിയാണിയാണ് വെച്ചാൽ പോരെയെന്നോന്ന്. കാരണം ആ ഒരു ചോറ് ഇങ്ങോട്ട് വെന്ത് ഊറ്റി വെക്കുമ്പോഴത്തിന് കുറേ നേരം അങ്ങോട്ട് ആയി തോന്നും. നേരെ ഇപ്പോൾ അതാക്കണ 11:30 കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് 12:30 കഴിഞ്ഞിട്ട് കിട്ടാം. അപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി എടുക്കണ തന്നെ. ഇതൊക്കെ കഴുകി ഉണ്ടാക്കി നുള്ളിപ്പുറക്കി വന്നപ്പോഴത്തിന് ഇത്ര നേരം അയക്കണ്. അപ്പോൾ ഒരു 1-1:30 ആകുമ്പോഴത്തിന് മുപ്പര് ചോറുന്നാനും വരും ചെയ്യും. അതിന് മുന്നേ ഇതാകുമ്പോഴാണല്ലോ. അപ്പോൾ ഞാൻ വേഗം തട്ടിപ്പിടഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി ഇരിക്കുന്നത്. പിന്നെ ഇതാ മുളകും മഞ്ഞളും മല്ലിയും അതേമാതിരിക്ക് തന്നെ ഇതാ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടാണ്ട് പിന്നെ നമ്മളെ ഇല കഷ്ണങ്ങളൊക്കെ ഇട്ടാണ്ട് നല്ല പോലെ ഒന്ന് മസാല ആക്കി എടുത്ത് പിന്നെ ഇതാ ചിക്കനൊക്കെ നല്ല പോലെ കഴുകി വെച്ചെന്നല്ല. അപ്പോൾ ഒരു കൈ സഹായത്തിന് ഇതാക്കണം ഒരു മനുഷ്യക്കുട്ടി ഇവിടെ ഇല്ല കേട്ടോ. എല്ലാവരും ഞായറാഴ്ചയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ബിസിയിലാണ്. എല്ലാവരും 4 വഴിക്ക് അങ്ങോട്ട് പോയിക്കണ്. അപ്പോൾ നമ്മൾ തന്നെ ഉള്ളൂ, ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഈ വെക്കളും വിളമ്പലും എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ എടുക്കുക തന്നെ വേണം. ഞാൻ വേഗം മസാലയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് ഇനി പൈക്ക് വല്ലാതൊന്നും ഇടാനൊന്നുമില്ല. ഇതൊന്ന് അടച്ച് വെച്ചാണ്ട് വെള്ളം കിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇങ്ങോട്ട് അടച്ച് വെക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാക്കണം വേഗം ഒന്ന് ചോറൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് വേഗം ഒന്ന് അരി എടുത്ത് കഴുകി കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചു. 1 കിലോ തന്നെ വാങ്ങിയിട്ടുള്ളൂ. 1 കിലോ വാങ്ങിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പെട്ടെന്നില്ല വെപ്പാവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. അങ്ങനെ ഇതാക്കണം അരിയൊക്കെ കഴുകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ അതായിരുന്നു വെള്ളമൊക്കെ ഇറങ്ങി വന്നാണ് കുറച്ച് നല്ല ഉസാറായിട്ടാണ് അങ്ങോട്ട് വെന്തോട്ടെ വിചാരിച്ചു ഞാൻ. അങ്ങനെ അത് അരി ഒരു 3-4 വട്ടമൊക്കെ ഒന്ന് കഴുകി വന്നപ്പോത്തിന് നമ്മളെ ചിക്കനിൽ ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല ഉഷാറായിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ തുറന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ ഇളക്കി കൊടുത്തോളി.
അപ്പോൾ എല്ലാ പരിപാടി ഇതിൽ കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ഇത് ഇന്ന് തളിച്ച കിട്ടൂലേ, കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേണമല്ലോ. അപ്പോൾ ബേജാറിലൊരു പരിപാടി ചെയ്യുന്നത്. പിന്നെ ഇതാ ചൂടുവെള്ളം പറഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് കഴുകി വെച്ചിട്ടില്ലായിരുന്നു അരി, അതും കൂടി അരി തട്ടി കൊടുക്കുക. കുറച്ച് അത്യാവശ്യത്തിന് വെള്ളം തന്നെ വേണം കേട്ടോ. നമ്മൾ ചിക്കനും വേകണം അരിയും വേകണം. അപ്പോൾ അതിനുള്ള വെള്ളം തന്നെ ഉണ്ടാക്കി വെച്ച് വെക്കണം. എന്നിട്ട് ഉപ്പുണ്ടോക്കെ നോക്കിക്കോളിട്ടോ, എന്താ കുറവില്ല വെച്ചാൽ ഒക്കെ സുമാറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ജാറ് പറയാറില്ല ഒരു പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ ബിരിയാണി ഇതപ്പോൾ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. ഇനിയിപ്പോൾ അങ്ങനെയാണ് പറയല്ലേ. അപ്പോൾ വീണിടം വിഷ്ണുലോകം പറയുന്ന എനിക്ക് വീണത് തന്നെ 4 കാലുമ്മലാണ്. അതുകൊണ്ട് പിന്നെ തിരക്കടില്ല, എന്ത് കാട്ടണം എന്ന് നമ്മളങ്ങനെ തീരുമാനിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതങ്ങനെ ഉപ്പൊക്കെ കുറച്ചിൻ്റെ കമ്മി ഉണ്ടായിരുന്നു, അതിൽ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ബാക്കിയെല്ലാം സെറ്റായിരുന്നു. പിന്നെ നമ്മളെ ഇലകളുണ്ടല്ലോ, നമ്മളെ മല്ലിയിലയും പുതിനയില അതൊക്കെ പാടൊന്ന് ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റ് ഇത്തിരി നെയ്യ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി അതിൻ്റെ മേലെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവി കൊടുത്ത് പിന്നെ ഞാനൊരു ഇത്തിരി തൈരും കൂടി ഒഴിച്ചു കൊടുത്തു. തൈര് അല്ലേന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ, നമുക്ക് നാരങ്ങ തൈര് എന്നിട്ട് ഒഴിച്ചു കൊടുക്കണം. പക്ഷെ നമുക്ക് അതില്ലാത്തതുകൊണ്ട് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്ത് സെറ്റപ്പാക്കി ദമ്മിട്ടാണ്ട് അടച്ച് വെച്ച് ഞാൻ 2-3-4 ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്താണ്ട് വേവിച്ച് വെച്ചാണല്ലോ സെറ്റായി. നമ്മളെ ബിരിയാണി നിന്നോ ഇറച്ചിച്ചോറ് നിന്നോ എന്തും നിങ്ങൾക്ക് വിളിക്കുക. അപ്പം അജാതി ഒരു ചോറ് ഇതാക്കണം അടുപ്പത്ത് അയക്കണ്. അപ്പോൾ ഈ ബേജാറാവുമ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. തീ അങ്ങോട്ട് അങ്ങോട്ട് കിട്ടൂല, എങ്ങനെ കത്തിച്ചാലും അങ്ങോട്ട് ആയി കിട്ടൂല. ഊതി 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 കുറേ നേരം അങ്ങോട്ട് ഊതി നോക്കിട്ടോ. സമയം വൈകുന്തോറും നെഞ്ചിലിങ്ങനെ തീയാണ്, ഇപ്പം വരുമോ മൂപ്പരിപ്പം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നില്ല ഇങ്ങനെ ആലോചനയിലുണ്ട്, ചിന്തയിലുണ്ട്. അപ്പോൾ ഇതിന് കണ്ണം കൂളിയൊക്കെ കഴിഞ്ഞ് മുടിയേട്ടലൊക്കെ കഴിഞ്ഞാലേ, അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് കല്യാണത്തിനാണ്ട് പോയിക്കണം. ഓൻ്റെ തടിയാണ് തപ്പിക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കുഞ്ഞാറ്റയാണെങ്കിൽ ഡാൻസോന്നും പറഞ്ഞിട്ടാണ് ഡാൻസിന് പോയിക്കണം. ഉണ്ണിമോളാണ് ട്യൂഷനും പോയിക്കണം. അപ്പോൾ ഞാൻ തന്നെയുള്ളൂ ഇവിടെ. ഞായറാഴ്ചയാണ് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എല്ലാ ദിവസവും ഒരേ മാർക്കാണ്. നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ ഈ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇതാകണം. ചോറ് ഒരുവിധം വേവായി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാ 1 മണിയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. ചോറ് തിന്നാന്നില്ല നേരമൊക്കെ തന്നെ ആകണുള്ളൂ. അതിലാണ് ആ ബൈക്കിൻ്റെ ഒച്ച നമ്മൾ കേട്ടത്. അപ്പോഴത്തേന് നമ്മളെ നെഞ്ച് കൂടെ ഒരു തീമിന്നെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്, കാരണം ചോറ് വെന്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇതാ മൂപ്പര് 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് വരല്. ഇന്നിപ്പോൾ 1 മണിക്ക് തന്നെ ഇങ്ങോട്ട് പോകുന്നിക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് സുഖമില്ലാതായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കുഴക്കാലും തുടങ്ങിയില്ല, കാരണം എന്താ വെച്ചാൽ ഇത് വെന്തിട്ടില്ലല്ലോ. ഇവരിപ്പോൾ കണ്ടോൻ്റെ പണിക്ക് പോകുമ്പോൾ ആ ഒരു നേരത്തിന് കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടോ എന്ന് പറയാൻ വെച്ചല്ലോ. അപ്പോൾ ഒരു 1:30-2 മണി ആകുമ്പോഴത്തേന് തിരിച്ച് പോകും വേണം. തൊട്ടടുത്ത് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു നേരത്തിനാണ് ചെന്നിട്ടില്ലെങ്കിൽ ഒക്കെ സ്വീപ്പാണല്ലോ അല്ലേ. അപ്പോൾ ഇതാക്കണം. ഞാൻ വേഗം ഒന്ന് പകുതി വേഗമായിട്ടുള്ളൂ, അതിൻ്റെ മേലെ കൂടെ കുറച്ച് തീക്കരലൊക്കെ വാരിയിട്ട് അങ്ങോട്ട് വന്നോട്ടെ വിചാരിച്ച് മേലെ ഭാഗം കൂടി. പിന്നെ ഞാൻ ഇത്തിരി നേരം ഒന്ന് വർത്താനം പറയാൻ കുത്തിർന്ന് കേട്ടോ, അല്ല അപ്പോൾ എന്താ ഒരു രക്ഷയില്ലല്ലോ. അങ്ങനെ മൂപ്പരോട് ഇതാ സോപ്പിട്ട് 2 വർത്താനം പറയാലോ വിചാരിച്ച് പോയപ്പോഴാണ് ഇവളും കൂടി അങ്ങോട്ട് വന്നു കേട്ടോ. ഇന്നിപ്പം ഇവർക്ക് എല്ലാവർക്കും കൂടി നേരത്തെ കാലത്തെയാണ്, നമുക്കൊന്ന് നേരം വൈകിയപ്പോൾ ഇന്നിപ്പം നേരത്തെ കാലത്തെ കേട്ടോ. അല്ലെങ്കിൽ 2 മണിൻ്റെ ബസ്സിന് വരുന്ന ഓൾ ഇതാ 1 മണിൻ്റെ ബസ്സിന് തന്നെ നേരത്തെ അങ്ങോട്ട് പോന്നിക്കണ്. ഈ പൈച്ചിട്ടേ ജോന്നും പറഞ്ഞിട്ടാണ് വരുന്നത് തന്നെ. അങ്ങനെ ഇതാക്കണ്. മൂപ്പരോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. കുറച്ച് നേരം കൂടി ഒരു 10 മിനിറ്റ് കൂടി നിന്നാൽ ചോറ് മേലോടൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഓരോന്ന് 1, 2 എന്നൊക്കെ പറഞ്ഞ് കുത്തിരിക്കുകയാണ്. മറ്റുള്ള TV ഒക്കെ കണ്ട് കുത്തിരിക്കുകയാണ്. ഇത്തിരി ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ട് സമാധാനമാക്കി ഇങ്ങനെ നിന്നൊക്കെയാണ് ഞാൻ. അപ്പോൾ പേപ്പർ വായന കഴിയണേൻ്റെ മുന്നേ കൂടി ആ ചോറ് വെന്താൽ മതിയെന്നു എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഇവക്കും തന്നെ ഇതാക്കണ് പുക വരൽ തുടങ്ങിയിട്ടുണ്ട്, പൈക്കുണ്ട് എന്നൊക്കെ പറയൽ തുടങ്ങിയിരിക്കണ്. അങ്ങനെ അതും കൂടി കേട്ടപ്പോൾ ഇതാക്കണ്ട് ബേജാറ് കുറച്ചും കൂടി അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ദമ്മ് പൊട്ടിക്കാനുള്ള സമയമാക്കണം, അല്ല അപ്പോൾ ഒരു രക്ഷയില്ല. മേലെ ഭാഗത്ത് ചിലപ്പം വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് പോയി നോക്കാമെന്ന് ഞാനും വിചാരിച്ച്. അപ്പോൾ ദമ്മൊക്കെ ഇട്ടല്ല, അടിയിൽ നല്ല കനലെണ്ണ ഉണ്ട്, നമ്മൾ ചിരട്ട ഇട്ടുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് കനലെണ്ണ ഉണ്ട്. അപ്പോൾ കനലിൽ കടന്നിട്ട് ഏകദേശമൊക്കെ വെന്ത് കാണും. പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ആകുമ്പോൾ വലിയ വേവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ വെന്ത് ഇങ്ങനെ പിപ്പിളിയാകേണ്ട ആ ഒരു അവസ്ഥ ഒന്നും വരുത്തണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ആ ചെമ്പട്ടീൻ്റെ മൂടിയുമ്പത്തെ കനലൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് തട്ടി ഇങ്ങോട്ട് തുറന്നു നോക്കി. അപ്പം ഏകദേശം അല്ല ഒരു വിധം അങ്ങോട്ട് വെന്തിക്കണ്, നല്ല ഉഷാറായിട്ടൊന്ന് വെന്തിക്കണ്. എന്നാൽ തന്നെ എവിടെ ചെറിയൊരു കടിയും കൂടി ഉണ്ടായിരുന്നുണ്ട്, അതും കൂടി മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചെന്ന്. പിന്നെ തുറന്നു നോക്കിയപ്പോൾ നല്ല ഉഷാറായിട്ടൊക്കെ വെന്തിക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിന്നോ ഇറച്ചിച്ചോറിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, കാരണം സെയിം റെസിപ്പിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചോറൊന്ന് വെച്ച് കൂറ്റേണ്ട ഒരു പരിപാടിയുള്ളൂ ബിരിയാണിക്ക്. ഇത് ഒപ്പട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു ബിരിയാണി ഇട്ട് നല്ല രസമുള്ള ഒരു ബിരിയാണി തന്നെയാണ്. ഇതൊക്കെ ഞാൻ പപ്പടം കാച്ചുണ്ട്, അതേപോലെ നമ്മൾ ചർലാസ് ഉണ്ടല്ലോ തൈര്, അപ്പോൾ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ തിന്നാൽ തന്നെ മതിയല്ലല്ലോ. നല്ല പോലെ ഇറച്ചിയും വെന്തിക്കുന്നുണ്ട്, നല്ല ഉഷാറായിട്ട് ഇറച്ചിയും വെന്തിക്കണ്. അപ്പം നാടൻ കോഴീൻ്റെ മാതിരിക്കൊന്നല്ലല്ലോ. അങ്ങനെ നാടൻ കോഴി എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇതുവരെ കമൻറ്റ് ചെയ്യുന്നു, മക്കളെ നാടൻ കോഴീനെ അറുത്ത് തിന്നില്ലേ നിങ്ങൾ എന്നും പറഞ്ഞിട്ട് പെരും കമൻറ്റ് ചെയ്യുന്നു.
അതിപ്പോൾ എന്താ ഇപ്പോൾ സംഗതി ചോദിച്ചാൽ ഇന്നാളത്തെ ഒരു വീഡിയോയിലുണ്ട് നമ്മൾ എങ്ങനെ അറുത്തുന്നല്ല കറിയൊക്കെ വെച്ച് നല്ല പോലെ ഒന്ന് കുറുമയൊക്കെ ആക്കി വെച്ചിട്ട് തിന്നുന്നല്ല. അപ്പം ഞാനും എൻ്റെ മക്കളും തിന്നിട്ടില്ലേന്ന് കേട്ടോ. മൂപ്പരും കണ്ണനും തന്നെ തിന്നിട്ടുള്ളൂ. ഓൾക്ക് പിറ്റേന്ന് ഉച്ച വരെ തിന്നാൻ മാത്രമൊക്കെ തിണ്ടേന്ന്. ഞാനതിൻ്റെ ഒരു ചാറ് കൂട്ടിയപ്പോൾ എനിക്കൊരു ജാതി ഒരു മനസ്സിക്ക് ഇടങ്ങേറായിക്കും കേട്ടോ. സംഭവം കമൻറ്റ് പറയുന്ന സത്യം തന്നെ, നമ്മൾ വളർത്തണത് ഇപ്പം എങ്ങനെയാണ് തിന്നുക. അങ്ങനെ ഒരു ഇടങ്ങേറി നമുക്കും ഇല്ല എന്നിട്ടില്ല. ഞാൻ അറക്കണ്ടെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ നമുക്ക് അതിനെ കൊല്ലാതൊക്കെ ഒരു നിർവാഹമല്ലേ എന്നിട്ട് അങ്ങനെ കൊന്നാന്ന്. പോരാത്തതിന് നമുക്ക് 2 ചെങ്ങന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്ന് ആ ഒരു അർത്ഥതും ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടും ഒരേ കൂട്ടിൽ കിടക്കുന്നതുകൊണ്ട് പെരും കൊത്താണ് കേട്ടോ. അതിനെങ്ങനെ കൊണ്ട് കൂട്ട് കയറാൻ തന്നെ ഇവിടെ ഇല്ലത് അയക്കൂല. അപ്പോൾ അത് ഇതാക്കണം അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ കൂടൽ, അയൽവക്കത്താണ് പോയി കൂടൽ. അപ്പോൾ നമ്മളൊരു മുതൽ ഇതാക്കണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പൂടുമ്പോൾ എല്ലാവർക്കും ഒരു ഇടങ്ങേറ് തന്നെ ഇക്കാറില്ല. അപ്പോൾ ഇക്കാണെങ്കിലും ഇതാക്കണം കൂടുന്നവർക്കാണെങ്കിലും ഒക്കെ ഒരു ഇടങ്ങേറ് തന്നെ ഇക്കാരം. അപ്പോൾ ഇത് ദിവസവും വേണം ഓലെ പോയി പിടിച്ചു കൊണ്ടുവരാം. അവിടെ പോയി കൂട്ടുന്ന് പോയി തള്ളി പിടിച്ച് കൊണ്ടുവരേ വേണം. പിന്നെ ഇതാക്കണ ഓൾക്ക് ഞാൻ പീടിയേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കും ആർക്കും പൈസക്ക് വേണ്ടാന്ന് പറഞ്ഞു. വെറുതെ ആണെങ്കിൽ എല്ലാവർക്കും കോളേക്കാരം. പൈസക്ക് വേണോ ചോദിച്ചപ്പോൾ പൈസക്ക് ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. അതിലാണ് പിന്നെ അതിന് കൊല്ലലുണ്ടായിട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ശല്യപ്പെടുത്തിയാണ്ട് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ആ ഒരു കോയിനെ അറുത്തത്. അല്ലാതെ നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല അപ്പോൾ അത് അറുത്തത്. അപ്പോൾ 2 ചെങ്ങന്മാരുണ്ടായാൽ എങ്ങനെയായാലും അങ്ങനെ തന്നെ ഭയങ്കര കൊത്തേക്കാരം. കൊത്തി ലാസ്റ്റ് അതിൻ്റെ പൂമ്പെന്നൊക്കെ ചോര അങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയാണ് ഇതിനെ അറുത്തത്. അല്ലാതെ അപ്പം നമുക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ അതിനെ അറക്കാനായിട്ട്. അപ്പോൾ ഞാൻ വളർത്തുന്ന കോഴിയാണ്, ഞാൻ അരിട്ട് കൊടുക്കണ കോഴിയാണ് എന്നൊക്കെയാണ് സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ വേറെ ഒരാൾക്ക് ശല്യമാകുമ്പോൾ നമ്മൾ എങ്ങനെയായാലും അതിനെ ഒഴിവാക്കല്ലേ നല്ലത്. അപ്പോൾ അതാ കമൻറ്റിലുള്ള മറുപടി നല്ല ഉഷാറായിട്ട് തന്നിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാക്കണം ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കഴിഞ്ഞ് നല്ല പോലെ ദമ്മൊക്കെ പൊട്ടിച്ച് ഒരുവിധം 3/4 ഭാഗമൊക്കെ വെന്തിക്കുന്നുണ്ട്. ഒരു ഇത്തിരിയും കൂടി വെന്താകാനുണ്ടേന്ന്. അപ്പോൾ നല്ല പോലെ ഒന്ന് ചൂടത്ത് തന്നെ വെച്ചിട്ടിട്ട് അങ്ങനെ ബാക്കിയുള്ളവർക്ക് ചോറ് കൊടുക്കട്ടെ എന്ന് വെച്ച് വേഗം ഇങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ ഇതാക്കണം ഓല് രണ്ടാക്കും ചോറ് വിളമ്പി. അപ്പോൾ വേജാറില്ല ഒരു വേഗം ഇങ്ങോട്ട് തിന്നോട്ടേ വിചാരിച്ചാണ്ട് ഓൾക്ക് വേഗം ഒന്ന് വിളമ്പി വെച്ചാട്ടോ. ഫാൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി വെച്ചാണ്ട് ചൂടാറ്റിയാണ്ട് വേഗം കൊടുത്തുട്ടോ. അപ്പോൾ രണ്ടാളും ചോറ് തിന്നിട്ട് ഏതായാലും ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലോ ഞാനും കൂടിയാണ് തിന്നാ വിചാരിച്ചാൽ അവിടെ ഇരുന്നിട്ട് ഞാനും അങ്ങോട്ട് തിന്ന്. അപ്പോൾ കുഞ്ഞാറ്റ ഇതുവരെ വന്നിട്ടില്ല, ഡാൻസ് കളിക്കാൻ പോയതല്ല. അപ്പം ഞാക്കം പോലെ വന്നോട്ടേന്നും വെച്ച് ഞാൻ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ചോറൊക്കെ തിന്നിട്ട് പിന്നെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജലദോഷത്തിൻ്റെ ഒരു പിടിപാട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തല പൊന്തിക്കാനൊന്നും വയ്ക്കില്ല, മേലൊക്കെ ഒന്ന് വേദനയൊക്കെ ഇങ്ങനെ തുടങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേനും. പോരാത്തതിന് ഇന്ന് ഒരു ജാതി ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. വെയിലും ഇല്ല മഴയില്ല, അങ്ങനത്തെ ഒരു ദിവസം തന്നെയാകുമ്പോൾ നമുക്കും തന്നെ ഉഷാറുണ്ടാവില്ല അല്ലേ. നമ്മളെ തടിക്കൊന്നും തന്നെ ഉഷാറുണ്ടാണെങ്കിൽ വെയിൽ വരി തന്നെ വേണം. അങ്ങനെ ഇതാക്കണം മൂപ്പര് പണിയൊക്കെ കയറി വന്നപ്പോൾ പാലും അതേമാതിരി ചായക്ക് കടിയൊക്കെ കൊണ്ടുവന്ന്. എന്നപ്പോൾ ചായ ഉണ്ടാക്കി വെക്ക്, ഞാൻ അടയ്ക്കൊന്ന് പൊറുക്കി വരട്ടേന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കുണ്ട്. അതിൽ ഞാൻ വേഗം ചായ ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് കോഴി പൊരിന്തിയത് അറിഞ്ഞത്. ഞാൻ അതിൽ വേഗം കോഴിക്ക് ഇതാക്കണം നല്ല പോലെ ഒന്ന് കൂടൊക്കെ ഒതുക്കി മുട്ടയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ തോനെ മുട്ട ഇട്ട് തന്നിട്ട് അപ്പോൾ ഞാൻ കുറേ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. കാരണം ബലി ഇതാക്കണ് പൊരിന്തി അങ്ങോട്ട് ഇറങ്ങൂല കേട്ടോ. ഇല്ലതാണെങ്കിൽ കാക്ക പൂച്ചാന്നും പറഞ്ഞിട്ട് പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. ഏതായാലും 10-12 മുട്ട ഇട്ടെന്ന് ഞാൻ ആകെ 6 മുട്ടയെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ബാക്കി മുട്ട ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇനി കുട്ടികൾക്ക് പൊരിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ ഓക്ക് പൊരിന്തൊക്കെ വെച്ച് കൊടുത്ത് ഇതാക്കണം. ഈ ഒരു കറുപ്പാട്ട പൊരിന്തത്. അപ്പോൾ ഓളെതാക്കണം അതിൻ്റെ ഉള്ളിൽ ആക്കണം വൈകുന്നേരം ആട്ടം എന്നിട്ടാണ് ആക്കി. അല്ലെങ്കിൽ ഇതിങ്ങനെ ഓള് മണ്ടി ഇറങ്ങോണ്ടേക്കാരം. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അതാക്കണേ കൂട്ടി കയറാൻ നേരത്തെ ഓൾക്ക് ഇതാക്കണം കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കാനുണ്ട്. അതൊരു ശീലമായിക്കണം. ഇപ്പോൾ രാവിലെ ഇറങ്ങാൻ നേരത്തെ കൂട്ടിക്ക് കയറാൻ നേരത്തെ ഒരു ഗോതമ്പ് ഇട്ട് കൊടുത്തേക്കും തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ ഓൾക്ക് ഞാൻ ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്ത് ഓലങ്ങനെ സന്തോഷിപ്പിച്ച് പിന്നെ ചായ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ബാക്കി മുട്ട ഞാൻ അവിടെ എടുത്തു വെച്ചും ചെയ്തു കേട്ടോ. അങ്ങനെ പാക്കറ്റ് പാലാണ് വാങ്ങിയത്. പാലിക്ക് ഇതാ കുറച്ച് തോനെ വെള്ളം ഇങ്ങോട്ട് പറന്നിക്കണം. ഇനിയിപ്പോൾ നല്ല ഉഷാറായിട്ടൊന്ന് ചായ ഉണ്ടാക്കാമല്ലോ. അപ്പം നല്ല രസമാണല്ലോ ഈ പാൽ ചായ ഒക്കെ കുടിക്കുന്നത്, നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ പാൽപ്പൊടി കലക്കിയ ആ ഒരു ചായയും രസമൊക്കെ തന്നെയാണ്. പക്ഷെ എത്ര ഉണ്ട് എത്തൂലല്ലേ ഈ ഒരു പാലിൻ്റെ ആ ഒരു ചായ കുടിക്കണ അത്ര രസം ഉണ്ടാവില്ല പാൽപ്പൊടി ഇട്ട ഒരു ചായ. അപ്പോൾ ഇതാക്കണ ചായക്കീസ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഇതാ ചായ ഇഷ്ടമാണല്ലോ. രാവിലെ കണ്ട് ചായ കുടിക്കാൻ, വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അധികമായാൽ അമൃതം വിഷം പറയുന്നതായിരിക്കും ഈ ഒരു ചായ കൂടി അയ ഇങ്ങനെ ചേലാക്കി അങ്ങോട്ട് കൊണ്ടു നടന്നാൽ പിന്നെ ഇതുമെന്നാണ് വിട്ടിറാൻ തോന്നൂല കേട്ടോ. അപ്പോൾ അതേമാതിരി തന്നെ കുറച്ചിച്ച് എങ്ങനെ ഉണ്ട് ഒഴിവാക്കി കൊണ്ടുവരുന്നത്. ഈ ഇടയ്ക്ക് കാപ്പി എന്നിട്ട് രാവിലെ കുടിച്ചിരുന്നു. അപ്പോൾ കാപ്പിപ്പൊടി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചായ ആയി തുടങ്ങിയിന്. രണ്ടും തന്നെ നെഞ്ചരിച്ചാൽ കുറച്ച് കൂടുതലായി എന്തിക്കണം രാവിലെ ഇങ്ങനെ ചായ കുടിക്കണോണ്ടേ.
ഇപ്പം ഈ ഒരു മാസമായി തുടങ്ങിയപ്പോൾ ഫുള്ള് ചായ കുടി തന്നെ കേട്ടോ. എപ്പോഴാണ് ചായ കുടിക്കാൻ തോന്നുന്നത് അപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കുടിക്കാമല്ലോ കേട്ടോ. അപ്പോൾ ചായ കുടി കുറച്ചങ്ങോട്ട് കൂടുതലായിക്കണ്. ഏതായാലും ഇനി അടുത്ത ആ ഒരു മാസം ആകുമ്പോൾ നമ്മൾ ജനുവരി ആകുമ്പോഴത്തേനും ചായ കുടി പറ്റങ്ങോട്ട് കുറക്കണം എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പം പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചേരെ മേലൊക്കെ കഴുകി വിളക്കൊക്കെ അതാക്കണം മക്കളൊക്കെ കത്തിച്ച് കഴിഞ്ഞേരം ചായ കുടിക്കാൻ കുത്തിരിക്കുക കേട്ടോ. ഈ ഒരു നേരമല്ല ചായ കുടിക്കലെന്നറിയാം. പക്ഷെ ഇന്ന് എല്ലാവരും കൂടി കൂടിയപ്പോൾ ഇങ്ങനെ ചായ കുടിക്കാൻ വിചാരിച്ച്. അപ്പോൾ സമയം ഇതാക്കണം 6:30 അടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6:30 ആകുമ്പോഴത്തേന് ഇരുട്ട് ഇതാക്കണം നല്ല പോലെ വരൂലേ. രാത്രിയാണ് കൂടുതലും തോന്നുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഒരു 6:30 6 മണി എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇരുട്ടായി തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും ചായ കുടിക്കാറ് ചിപ്സും ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ ജലദോഷത്തിൻ്റെ ആ ഒരു കോളുണ്ടല്ലോ ഇങ്ങനെ കഠിനമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഉണ്ണിമോക്കും ഉണ്ട് കേട്ടോ. ജലദോഷത്തിൻ്റെ ഒരു കോളിങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുത്താനൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ തിങ്കളാഴ്ച അല്ല, അപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോൾ പരീക്ഷ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ ഓരോരുത്തരതാ കടന്ന് പഠിക്കുന്നു, നടന്ന് പഠിക്കുന്നു, ഇരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ കണ്ണൻ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് നമ്മളെ ചോറ് തിന്നുന്നുണ്ട് കേട്ടോ. ഓനിപ്പോഴാണ് ചോറ് തിന്നണത്. അങ്ങനെ ഓൻ ചോറൊന്നും ഇരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാതും ഒരു വിധ ചോറിയിട്ടൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ നമ്മളൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. കുറേയൊക്കെ നോക്ക് പറഞ്ഞു കൊടുത്താൽ അങ്ങോട്ട് ശരിയായി കിട്ടുള്ളൂ കേട്ടോ. ഓടെ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നേരമായി കിട്ടൂല എന്ന് തോന്നി. നമ്മളൊരാൾ ഇരിക്കുകയാണെങ്കിൽ തിരക്കടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നോട് വേണം മോളോട് അവിടെ തോണ്ടി ഇവിടെ തോണ്ടി എന്നിങ്ങനെ പറയും വേണം. അപ്പോൾ ഈ വലിയ സെൻറ്റൻസുകളൊക്കെ ചെറുതാക്കി ഞാൻ പറഞ്ഞു കൊടുത്താൽ മക്കൾക്ക് വേഗം മനസ്സിലാകുമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കാനാണ് കേട്ടോ ഞാൻ ഈ കുത്തിരിക്കണത്. പിന്നെ ദബളപ്പം ഇരുന്ന് കൊടുക്കൊന്നും വേണ്ട. എന്നാലും ഇപ്പോൾ നമ്മളെ കണ്ണങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ എഴുതിയും കുത്തിയും വായിച്ചും ഷോർട്ടാക്കി നോട്ടാക്കി അങ്ങനെ കൊടുത്തൊക്കെ എന്നിട്ടോള്. പിന്നെ ഓൾ ദേഷ്യം വന്നിട്ട് ഓളാണ് നീച്ചു പോയി. അത് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്താണ്ടപ്പോൾ ഇത്തിരി പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. പാത്രം കഴുകി വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ നീക്കുമ്പോഴത്തേന് നമുക്ക് താല്പരാന്തി വരും കേട്ടോ. അങ്ങനെ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകണ പണിയാണ്. പിന്നെ ഞാൻ വിക്സിൻ്റെ ആവി കുടിക്കാൻ പറഞ്ഞു ഓളോട്. അപ്പോൾ ഓളും ഇത് വേഗം ഒന്ന് ആവി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസുമ്മ തന്നെ പുട്ടും കൂറ്റി വെച്ചാണ്ട് അതിക്ക് തിരികെ ഉള്ള വിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ടിട്ടാണ് ആവി പിടിക്കുന്നത്. പിന്നെ ഉപ്പുവെള്ളം ഞാൻ നല്ല പോലെ ചൂടാക്കി വെച്ചെന്ന് ഒന്ന് കുലുക്ക് ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴത്തേന് നമ്മൾ നീച്ച് കുത്തരുന്ന അകപ്പാടെ ഗതിയിടും. കാരണം തൊണ്ടവേദനയും വരുന്നുണ്ട്, അണ്ണാക്കൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഉപ്പുവെള്ളമൊക്കെ ഒന്ന് കുലുക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഉപ്പുവെള്ളം നല്ല പോലെ ഒന്ന് കുലുക്ക് ചെയ്യാം കേട്ടോ. ചൂടുവെള്ളം ഒരിളം ചൂടുള്ള വെള്ളമാകുമ്പോൾ ഉഷാറാണല്ലോ. അപ്പോൾ ഓക്കും കൊടുത്തേക്കണ്. ഓളെ ആവി പിടിക്കൽ കഴിഞ്ഞിട്ടാണ് ഓക്ക് നല്ല പോലെ ഒന്ന് കുലുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ല കുലുക്കുയ്യലാണ്. ബാക്കി എല്ലാവരും കടന്നിക്കണം കേട്ടോ. നമ്മളെ കുഞ്ഞാറ്റയും കടന്നിക്കണം, കുട്ടികളും എല്ലാവരും കടന്നു തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇത് രണ്ടും കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉറക്കത്തിന് അങ്ങോട്ട് സുയിപ്പാക്കുള്ളൂ. അങ്ങനെ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനും കൂടി ഒന്ന് ആവി പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. വിക്സ് അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ ആവി പിടിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് മൂക്കൊലിപ്പും ഈ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നാട്ടുവൈദ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളിട്ട്. അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളി. അപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാമല്ലോ. ഞാൻ ഈ ഒരു ആവി പിടിക്കൽ ഈ ഒരു വിക്സ് ഇട്ട് ആവി മാത്രമേ പിടിക്കലുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനെ പറ്റിയൊരു വസ്തുവൊക്കെ അറിയില്ല. അതുകൊണ്ട് ഞാൻ വിക്സ് ഇട്ട് വെള്ളത്തിൽ നല്ല ആവി പിടിക്കലാണ്. ഓൾ നെഞ്ചുമൂടിയും കഴുത്തക്കൂടിയും മൂക്കുകൂടിയൊക്കെ ഇങ്ങനെ വിക്സ് വാരി പൊത്തിയോണ്ട് നിൽക്കുകയാണ് കേട്ടോ. വലിയ പൊള്ളലില്ലാത്തൊരു വിക്സാണത്. ഞാൻ വേഗം ഒന്ന് ആവി പിടിക്കട്ടെ. ആവി പിടിക്കുമ്പോൾ ഒരു സുഖം കേട്ടോ, നല്ല പോലെ ഒരു സുഖമാണ്. നെറ്റിയും കഴുത്തും മൂക്കൊക്കെ എന്തൊക്കെയോ ഒരു സുഖമാണ് കേട്ടോ. വേഗം ഒന്ന് ആവി പിടിച്ചിട്ടൊന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞാണല്ലോ. ഈ ഗ്യാസ് ഓഫൊക്കെ നമുക്ക് കടന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓർമ്മ ഉണ്ടാകുള്ളൂ. ഇതൊന്നും ഓഫ് ആക്കിയിട്ടില്ല ഞാൻ എന്നുള്ളൊരു ചിന്ത മണ്ടി കൂടി അങ്ങോട്ട് വരലാണ് കേട്ടോ. അപ്പോൾ കടക്കാൻ നേരത്തെ എങ്ങനെ ഓഫാക്കിയാലും നമുക്കൊരു അന്തം ഉണ്ടാവില്ല ഇത് ഓഫാക്കിയിട്ടില്ലേന്ന്. ഇപ്പോൾ 2-3-4 വട്ടം ഞാൻ കിടക്കണേർന്നൊക്കെ നീച്ച് പോരലാണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞായറാഴ്ചക്കത്തെ നല്ല ഉഷാറും പരിപാടികളൊക്കെ. ഏതായാലും പോയിക്കണല്ലോ. പാളിപ്പോയ ബിരിയാണിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 10 മണി ആകണുള്ളൂ. എന്നാലും ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ. അപ്പോൾ പുറത്തത്തെ ലൈറ്റൊക്കെ ഓഫാക്കിയാണ്ട് ഞങ്ങൾ പോയി കിടക്കാൻ നിൽക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളൂ കേട്ടോ. ബൈ.